ഗവൺമെന്റ് HSS തേവരോട്ടം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഗവൺമെന്റ് HSS തേവരോട്ടം സ്കൂളിൽ നിന്ന് വരും. ഇന്ന് ജൂലൈ 26 കണ്ടൽ ദിനമാണ്. അപ്പോൾ കണ്ടലിനെ കുറിച്ച് കൂടുതൽ അറിയാനും കണ്ടലിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ കണ്ടൽ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കണ്ടൽ സംരക്ഷിക്കുന്ന ഒരു അച്ഛനെയും ഒരു അമ്മയെയും കിട്ടി. ഞങ്ങൾക്ക് പല കണ്ടലുകളും ഞങ്ങൾ ചില ചെടികളെയൊക്കെ കണ്ടലാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഈ അമ്മയും അച്ഛനും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല വിവരങ്ങൾ തന്നു, കണ്ടലുകൾ കാണിച്ചു തന്നു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നു. അപ്പോൾ ഈ അച്ഛൻ കണ്ടലുകൾ കിളുത്തു വരുന്നതെല്ലാം തീരങ്ങളില്ല, കാരണം തീരത്ത് മണ്ണിടിഞ്ഞു പോവാണ്ട് ഇവർ സംരക്ഷിക്കുന്നത് ഈ കണ്ടൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ലോക കണ്ടൽ ദിനത്തിന് ഞങ്ങൾ കണ്ടലുകളെ തന്നെ സംരക്ഷിക്കുന്ന മുതിർന്ന പൗരന്മാർ ഈ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി ഞങ്ങൾക്ക് തന്ന വിവരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ കുട്ടികൾ നേച്ചർ ക്ലബ്ബിലെ അംഗങ്ങളാണ്, തേവരോട്ടം സ്കൂളിലെ നേച്ചർ ക്ലബ്ബിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ അറിവുകൾ നൽകിയതിന് സ്കൂളിൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജൂലൈ 26 കണ്ടൽക്കാല ദിനമാണ്, ലോക കണ്ടൽ ദിനം. അതിനെക്കുറിച്ച് കാര്യം പറയാം. ഭൂപ്രദേശ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ 50 ഇരട്ടി കാർബൺ ഡയോക്സൈഡാണ് കണ്ടൽ കാടുകൾ വലിച്ചെടുക്കാനുള്ള ശേഷിയുള്ളത്. അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ കണ്ടൽ കാടുകൾ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെയധികം ഓക്സിജൻ പുറത്തുവിടുന്നു. വ്യത്യസ്തയിനം മത്സ്യങ്ങൾ അടങ്ങിയ ജീവജാലങ്ങൾ സുരക്ഷിതമായി പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും കണ്ടൽക്കാടുകൾ സഹായിക്കും. കടൽ തീരങ്ങൾക്ക് പ്രകൃതി നൽകിയ ജൈവ കവചമാണ് കണ്ടൽക്കാടുകൾ. കരിങ്കൽ ഭിത്തിയേക്കാൾ എത്രയോ സുരക്ഷിതത്വം പകരുന്ന ഭിത്തികളാണ് കണ്ടൽക്കാടുകൾക്കുള്ളത്. കൊടുങ്കാറ്റിന്റെ ശക്തി കുറയ്ക്കാനും സുനാമിയെ തടയാനും ഇവയ്ക്ക് ശേഷി. നമുക്ക് കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം.